എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അമേരിക്കയിൽ ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ സാവന്ന എന്നൊരു സ്ഥലത്ത് നമ്മളിതേ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം താമസിച്ചത്. ന്യൂജേഴ്സിയിൽ നിന്ന് ഒരുപാട് നേരത്തെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ റോഡ് ട്രിപ്പ് വഴിയാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയത്. ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതേ ഈ കാണുന്ന ഡോറ് കണ്ട, അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച റൂം. അപ്പോൾ ഈ റൂമിൻ്റെ ആ ഒരു ആകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഈ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ നമ്മളിതേ രാവിലെ ആണ്ടോ കാണുന്നത്. കാരണം ഇന്നലെ രാത്രി ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് നോക്കിയേ, നമ്മുടെ താമസിക്കണ ആ റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്ങും പിന്നെ അതുപോലെ തന്നെ ഈ റോഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ മതിൽക്കെട്ടൊന്നുമില്ല. അതായത് കണ്ടില്ലേ, മതിൽക്കെട്ടൊന്നുമില്ല. നമ്മുടെ റൂമിൽ നിന്ന് നേരെ തന്നെ പുറത്തേക്കാണ്, റോട്ടിലേക്കാണ് കിടക്കണത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. എന്നിട്ട് അവിടെ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്നൊക്കെ നോക്കാം. സമയമൊക്കെ വൈകിയിട്ടുണ്ട്. 9 മണി വരെ ഉള്ളൂ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമും. പിന്നെ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഹോട്ടലിലെ ഓരോരോ റൂമുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ബാൽക്കണിയൊക്കെയാണ് ഈ കാണുന്നത്. അതിൽ നമുക്ക് താമസിക്കാൻ തന്നേക്കണ റൂമാണ് ദേ ഈ കാണുന്നത്. ആ താഴെ തന്നെയാണ് നമ്മുടെ റൂമുള്ളത്. ഇതുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ബിൽഡിങ്ങാണിത്. ഇതെന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും നല്ല രസമുണ്ട്. ഒരാളവിടെ പോയി നിന്ന് എന്തൊക്കെയോ വായിച്ചു നോക്കണം, നമുക്ക് കാണാം. വലിയൊരു ബിൽഡിങ്ങാണത്. നല്ല രസമുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ റോഡും ഉണ്ട്, വണ്ടികൾ പോണ കണ്ടില്ലേ. ഇതിലൂടെ അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും പോണ റോഡല്ല എന്ന് തോന്നണം. എനിക്ക് തോന്നണം ഇവിടെ താമസിക്കണവരുടെ വണ്ടികളൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ടുള്ള റോഡാണ് തോന്നണം. അതാണ് ഇവിടെ ഇങ്ങനെ വേറെ തിരക്കും കാര്യങ്ങളൊന്നും കാണാത്തത്. രണ്ട് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ റൂമിൻ്റെ സൈഡിൽ കൂടി ഒരു ഗേറ്റ് വരുന്നുണ്ട് ഈ ഹോട്ടലിൻ്റെ അകത്തേക്ക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് പുറത്തേക്ക് അകത്തേക്കൊക്കെ കിടക്കാം. പക്ഷേ വേറെ പുറത്തുനിന്നുള്ളവർക്കൊന്നും അങ്ങനെ കിടക്കാൻ പറ്റൂല. അങ്ങനെ ഞാൻ അങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഈ ഒരു വഴി കൂടിയാണ് നമ്മുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പച്ചപ്പും ഇതൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിക്കണ്ടേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എന്തൊരു പച്ചപ്പാണെന്ന് നോക്ക്. പിന്നെ മാത്രമല്ല ഇവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. നമ്മുടെ ന്യൂജേഴ്സി പോലെയൊന്നുമല്ല. ന്യൂജേഴ്സിയിൽ നല്ല തണുപ്പാണ് ഇപ്പോഴും. പക്ഷേങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ ആ ഒരു കാലാവസ്ഥ പോലെ തന്നെ അത്യാവശ്യം ചൂടുമൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് പൂള് വരുന്നത്. പിന്നെ മാത്രമല്ല എല്ലാ റൂമിൻ്റെയും ഡോറുകൾ വരുന്നത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തേക്കാണ് വരുന്നത്. പിന്നെ പുറത്തേക്കും ഉണ്ട്. പുറത്തുനിന്നുള്ള ഡോറിൻ്റെ ആ ഒരു ഭാഗമാണല്ലോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെപ്പോഴും പോകുന്ന ആ ഒരു ഹോട്ടലിൽ അതേ മെനു ഒക്കെ തന്നെയാണ് ഇവിടെയും. ഇത് കണ്ടില്ലേ, ഇത് ഫസ്റ്റ് തന്നെ കുറേ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, പിന്നെ അതുപോലെ തന്നെ ബർഗർ പാറ്റി, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ 2 ഡിഷ് ഉണ്ടായിരുന്നത്, അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫുഡാണ് നമുക്ക് ഇത്തിരി ആകെ ഒരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത്. പിന്നെയൊക്കെ സെയിം അതേ പഴയ അതേ മെനു ഒക്കെ തന്നെയാണ്. ഇവിടെ കുറേ ജ്യൂസുകളൊക്കെ ഉണ്ട്, പാക്കഡായിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ട് പല ടൈപ്പ് ജ്യൂസുകൾ, പിന്നെ എന്താ പറയുക ഷേക്ക്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഈ ജാമും സോസും ഒക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ബണ്ണ്, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓട്സ് ഉണ്ട്. അപ്പോൾ ഈ ഓട്സിൽ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാമല്ലോ. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും പഴം, പിന്നെ അതുപോലെ തന്നെ ബ്രെഡ്, ബണ്ണ്, കപ്പ് കേക്കൊക്കെയാണ്. പക്ഷേ ഇതിൽ പലതും തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഹോട്ടലിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തീർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ഫില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെ പറയണ ടൈമിനേലും അരമണിക്കൂർ മുമ്പേ തന്നെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യും. അതാണ് ഇവിടത്തേക്ക് അവസ്ഥ. പിന്നെ അതേ ഇവിടെ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ അത് ഉണ്ടായിരുന്ന ആകെ ഒരു ഫുഡ് എന്ന് പറയാനായിട്ട് വഫിൾസാണ്. അതിൻ്റെ മാവ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കും. ഞാൻ ഇതിനു മുമ്പും പല ഹോട്ടലിലും ഇങ്ങനെ ഉണ്ടാക്കണതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, തേൻ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു കേക്കിൻ്റെ ആ ഒരു ഇതുപോലെയൊക്കെ ഇരിക്കും.
ഇവിടെ വന്നേക്കുന്ന ആളുകളൊക്കെ വളരെ ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. കാരണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇത്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകളിൽ മിക്ക സ്ഥലങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല പല രാജ്യങ്ങളിലുള്ളവർ തന്നെയാണ് അവിടെ വന്നേക്കണതെങ്കിൽ പോലും അവർ കൂടുതലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ കൂടുതലും ഉണ്ടാക്കുക. അപ്പോൾ അതേ നമുക്ക് ആ നേരത്തെ തീർന്നു പോയിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ബീഫ് ഷവർമയും പിന്നെ ഒന്ന് ഇങ്ങനെ ചീസും എഗ്ഗും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിഷായിരുന്നു. അപ്പോൾ ആകെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫുഡായിരുന്നേ. നമ്മൾ അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും പിള്ളേർക്കൊക്കെ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും ഇറങ്ങാൻ നിന്നില്ല. കാരണം വെച്ചാൽ ഒന്നാമത്തേലും ഇപ്പം നല്ല വെയിലുമാണ്. പിന്നെ മാത്രമല്ല ഇതിലൊക്കെ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ള ടൈമൊക്കെ പോകും. ആകെ ഒരു ദിവസമല്ലേ നമ്മളിവിടെ ഒന്ന് കറങ്ങാനായിട്ട് നിൽക്കണുള്ളൂ. ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സാവന്നയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.